അതിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ പ്രതികരിക്കേണ്ടത്? 2019 ഞാൻ മന്ത്രിയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും SIT രൂപീകരിച്ച് SITയുടെ അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതിന്റെ ശരിയായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കണം. 6 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ ഈ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. ഭാവിയിൽ ശബരിമല മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള ഇത്തരം മോശപ്പെട്ട പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തുടക്കമായിട്ട് ഇത് മാറും. അന്ന് ചുമതലയിലുണ്ടായിരുന്ന കൂടുതൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീളുകയാണ് ഇതിന്റെ പങ്ക്. ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷണത്തിന്റെ വിഷയമാണല്ലോ. അന്വേഷണത്തിരിക്കുന്ന SIT പോലുള്ള ഒരു സംവിധാനം ഹൈക്കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന സംവിധാനം നടത്തുന്ന അകത്ത് കയറി പറയാൻ ഞാൻ ആളല്ല യഥാർത്ഥത്തിൽ. അത് നിശ്ചയമായിട്ടും അതിന്റെ ശരിയായിട്ടുള്ള രൂപത്തിലും സത്യസന്ധമായിട്ടുള്ള തരത്തിലും ഒക്കെ തന്നെയാണ് ആ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് മുന്നോട്ട് പോകട്ടെ. നിശ്ചയമായിട്ടും ഇത് തെളിയുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല.